അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കറിയും പത്തിരി ആയിട്ടാട്ടോ. സിമ്പിളായിട്ട് ചിക്കൻ കറി വെച്ചാലോ. ഞാൻ അങ്ങനെ കേട്ടോ ചിക്കൻ കറി വെക്കൽ. പെട്ടെന്ന് വെക്കുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 2 മണി ഉലുവ 2 3 4 ഇട്ടാൽ മതി കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം വലിയുള്ളി ഇടുക കേട്ടോ. 2 വലിയുള്ളി എടുത്തിക്കും കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം വരെ വഴറ്റുക കേട്ടോ. എന്നിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അത് ഇടുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ വഴറ്റുക കേട്ടോ. അതിന് ശേഷം തക്കാളി ഇല്ലേ, ഒരു 2 തക്കാളി അതും ഇടുക കേട്ടോ. ചെറിയ 2 തക്കാളി കേട്ടോ. അവിടെ ഇട്ടിട്ട് നന്നായി വഴറ്റി നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. പൊടികൾ പറഞ്ഞാൽ 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചൂട് വെള്ളമല്ലേ അത് ഒഴിക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവാൻ വെച്ചു കേട്ടോ. നന്നായിട്ടൊന്ന് ആക്കി അപ്പോഴേക്കും പത്തിരിക്ക് വെള്ളം തിളച്ചു കേട്ടോ. വേഗം പത്തിരി ഉണ്ടാക്കണം വെച്ചിട്ടേ അതിൽ ഒരു ഉരുളങ്കിഴങ്ങ് കൂടി ആ കറിയിലിട്ടു കേട്ടോ. മുറിച്ചിട്ട് ഇപ്പോഴൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഉരുളങ്കിഴങ്ങ് ഇടുന്നത്. ഉരുളക്കിഴങ്ങില്ലേ അത് ഒന്ന് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് അത് ഇട്ടു കേട്ടോ. അപ്പം നന്നായി അത് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ നിറക്കില്ല കേട്ടോ. പെട്ടെന്നില്ല ഒരു കറിയാണ്. ഞാൻ 5 മണിക്കാണ് ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ. 6:30 ബാങ്കല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോമ്പ ആൾക്കാരായി അപ്പോഴേക്കും ഞാൻ വെള്ളം ജ്യൂസ് അടിച്ചു കേട്ടോ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലൈമാണ് കേട്ടോ അടിച്ചത്. ഒരു കഷ്ണം ഇഞ്ചിയും 2 അണ്ടിപ്പരിപ്പും 2 3 ഏലക്കായും കൂട്ടിയിട്ട് പഞ്ചസാരയും കൂട്ടി അടിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ജ്യൂസാണ്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ ലൈം അടിച്ചാൽ. അപ്പോൾ മോന് പറഞ്ഞതാണ് ഈ സ്ട്രോബെറി വേണമെന്നൊക്കെ. അപ്പോൾ അതും ലേശം ഉണ്ടായിരുന്നു തണ്ണിമത്തനും. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈത്തപ്പഴം. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കൻ കറിയും പത്തിരി. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ.